Hi dear friends, this is മൊയ്തീൻ പട്ടാമ്പി with you. നമുക്കറിയാം, ഈ ലോകത്തേക്ക് ജനിച്ചു വീഴുന്ന ഓരോ വ്യക്തികളും അവരുടേതായ ഒരുപാട് കഴിവുകളോടെയാണ് ജനിച്ചു വീഴുന്നത്. അതായത് ഓരോ വ്യക്തികൾക്കും അവരുടേതായ കഴിവുകളും കഴിവുകേടുകളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു വ്യക്തിയെ മറ്റൊരു വ്യക്തിയോട് കൂടി കമ്പയർ ചെയ്യാൻ കഴിയില്ല. കാരണം എല്ലാവരും യുണീക്കാണ്, ഓരോരുത്തർക്കും അവരുടേതായ കഴിവുകളാണ്. അതുപോലെ തന്നെ വിജയികളുടെ കാര്യം, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചുറ്റും നിരീക്ഷിക്കുകയാണെങ്കിൽ ഒരുപാട് വിജയികളെ കാണാൻ കഴിയും. അവരൊക്കെ ഈ വിജയത്തിലേക്ക് നയിച്ചിട്ടുള്ളത് അവരുടേതായ കഴിവുകളും അവരുടേതായ സിസ്റ്റവും അവരുടേതായ സ്ട്രാറ്റജിയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് വ്യത്യസ്തമായ വഴിയിലൂടെ വ്യത്യസ്തമായി ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടതായിരിക്കാം അവർ വിജയിച്ചിട്ടുണ്ടാവുക. അല്ലാതെ എല്ലാവരും ഒരേ വഴിയിലൂടെ ഒരേ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് ഒരേ സ്ട്രാറ്റജി ഉപയോഗിച്ചുകൊണ്ട് ഒരേപോലെ ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടായിരിക്കില്ല. ഓരോരുത്തരും അവരുടെ കഴിവുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അവരുടേതായ യുണീക്ക് സ്റ്റൈൽ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും വിജയത്തിലേക്ക് നയിച്ചിട്ടുണ്ടാവും. പക്ഷെ നമ്മുടെ ജീവിതത്തിലൊക്കെ നമുക്ക് ചുറ്റും കാണുന്ന വിജയികളെയൊക്കെ വിന്നേഴ്സിനെയൊക്കെ നമ്മൾ നിരീക്ഷിക്കുകയാണെങ്കിൽ അവർക്ക് അവരുടേതായ എല്ലാ യുണീക്ക് സ്റ്റൈലുകളും ഉണ്ടായിരിക്കും. പക്ഷേ എല്ലാ വിജയികൾക്കും അവരുടെ വിജയത്തിൻ്റെ പിന്നിലൊക്കെ പൊതുവായ ഒരു കാര്യമുണ്ടായിരിക്കും. ആ ഒരു പൊതുവായ കാര്യത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി സംസാരിക്കുന്നത്. 4 P's ബിഹൈൻഡ് ദ സക്സസ്. അതായത് വിജയത്തിൻ്റെ പിന്നിലെ 4 P'കൾ എന്നുള്ളതാണ്. ഈ 4 P'യിലൂടെ കടന്നു പോകുമ്പോഴാണ് ഓരോ വ്യക്തികളും വിജയികളായി മാറുന്നത്. ഒന്നാമത്തെ P എന്ന് പറയുന്നത് പർപ്പസ് ഓർ പ്ലാൻ എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും നേടണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ നമ്മളതിൻ്റെ പ്ലാൻ, അതായത് അതിൻ്റെ പർപ്പസ് കൃത്യമായി നമുക്ക് മനസ്സിലാക്കിയിരിക്കണം. നമ്മൾ വെറുതെ ഒരു ഗോൾ സെറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ വെറുതെ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഒന്നും നേടണമെന്ന് ആഗ്രഹിക്കുകയല്ല വേണ്ടത്. അത് കൃത്യമായി അതിൻ്റെ പർപ്പസ് നമുക്ക് മനസ്സിലാക്കിയിരിക്കണം. കാരണം ഈ ഗോള്, ഈ ഒരു കാര്യം ഞാൻ നേടിക്കഴിഞ്ഞാൽ എനിക്ക് എന്ത് സാറ്റിസ്ഫാക്ഷനാണ് ഉണ്ടായിരിക്കുക, എന്തിനാണ് ഞാനത് നേടുന്നത്, എനിക്ക് മാനസികമായി എന്ത് സാറ്റിസ്ഫാക്ഷനാണ് ഉണ്ടായിരിക്കുക, അതുപോലെ വ്യക്തിപരമായി എന്ത് സാറ്റിസ്ഫാക്ഷനാണ് ഞാൻ ഈ ഗോൾ നേടിയാൽ ഉണ്ടായിരിക്കുക, അതുപോലെ സ്പിരിച്വലി എന്ത് സാറ്റിസ്ഫാക്ഷനാണ് നമുക്കുണ്ടായിരിക്കുക, അതുപോലെ ഫിനാൻഷ്യലി എന്ത് ഹാപ്പിയാണ് നമുക്കുണ്ടായിരിക്കുക, അതുപോലെ തന്നെ സോഷ്യലി എന്ത് കാര്യമാണ് നമുക്കുണ്ടായിരിക്കുക എന്നൊക്കെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കിയിരിക്കണം. ഈ ഒരു ഗോൾ അച്ചീവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് സന്തോഷമാണ്, എന്ത് സാറ്റിസ്ഫാക്ഷനാണ് എൻഡിൽ നമുക്കുണ്ടാവുക എന്ന് കൃത്യമായി നാം മനസ്സിലാക്കണം. നമുക്ക് വൈ, എന്തിനാണ് എന്നുള്ളത് കൃത്യമായി നമുക്ക് മനസ്സിലാക്കണം. വൈ എന്നറിഞ്ഞാൽ മാത്രമേ നമുക്ക് അത് ഹൗ എന്നുള്ള രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നമുക്കറിയാം ഹൗ, വൈ കൃത്യമായി നമുക്കറിയാം, വൈ കൃത്യമായി നമുക്കറിയും. അതുപോലെ എന്തിനാണ് ഞാനത് നേടുന്നത്, അതിൻ്റെ എൻഡിൽ എന്ത് സാറ്റിസ്ഫാക്ഷനാണ് എനിക്ക് ഉണ്ടാവുക എന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാവുകയാണെങ്കിൽ ഹൗ എന്നുള്ളത് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ഒരുപാട് വഴികളുണ്ട്. നമുക്ക് നമ്മുടെ പർപ്പസ് ക്ലിയർ ആയി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്നുള്ള ഒരുപാട് വഴികളുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ P എന്ന് പറയുന്നത് പർപ്പസ്, അതായത് വൈ ഷുഡ് ബി സ്ട്രോങ്ങർ ദാൻ ഹൗ എന്നുള്ളതാണ്. അത് വൈ എന്നുള്ളത് ഹൗ എന്നതിനേക്കാൾ സ്ട്രോങ് ആയിരിക്കണം, എങ്കിലാണ് നമുക്ക് ആ കാര്യം നേടാൻ കഴിയുള്ളൂ. ആ കാര്യം നേടാനുള്ള മോട്ടിവേഷൻ നമുക്ക് കിട്ടുകയുള്ളൂ. അതിൻ്റെ ഫോക്കസ് ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഇനി പർപ്പസ് കൃത്യമായി നമുക്ക് മനസ്സിലായി, എന്തിനാണ് ഞാൻ ആ കാര്യം നേടുന്നത് എന്ന് കൃത്യമായി നമുക്ക് മനസ്സിലായി. അപ്പോഴാണ് നമുക്ക് രണ്ടാമത്തെ Pയിലേക്ക് കിടക്കുക, പ്രിപ്പറേഷൻ. എന്താണ് പ്രിപ്പറേഷൻ? നമുക്ക് ഹൗ, വൈ എന്നൊക്കെ മനസ്സിലായി. ഇനി നമ്മൾ പ്രിപ്പറേഷനിലേക്ക് കിടക്കുകയാണ്. പ്രിപ്പയർ ചെയ്യുക. പ്രിപ്പയർ ചെയ്യുന്ന ഈ സ്റ്റേജിൽ നമുക്ക് നമ്മോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ആ ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം കിട്ടുമ്പോഴാണ് ആ പ്രിപ്പറേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത് കൃത്യമായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. ആദ്യം നമ്മൾ ചോദിക്കേണ്ട കാര്യം, വാട്ട് ആർ ദ ഏരിയാസ് ദാറ്റ് ഐ വോണ്ട് ടു ഇംപ്രൂവ്? ഏതൊക്കെ ഏരിയയാണ് ഞാൻ ഈ ഒരു പർപ്പസ് നേടിയെടുക്കാൻ വേണ്ടി ഇംപ്രൂവ് ചെയ്യേണ്ടത്? അതുപോലെ തന്നെ വാട്ട് ആർ ദ ഏരിയാസ് ദാറ്റ് ഐ വാണ്ട് ടു ലേൺ? ഏതൊക്കെ ഏരിയയാണ് ഞാൻ ഈ ഒരു പർപ്പസ് നേടിയെടുക്കാൻ, ഈ ഒരു ഗോൾ നേടിയെടുക്കാൻ വേണ്ടി ഇംപ്രൂവ് ചെയ്യേണ്ടത്, ലേൺ ചെയ്യേണ്ടത്? അതുപോലെ തന്നെ ഈ ഒരു കാര്യം നേടിയെടുക്കാൻ ഞാൻ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടോ
എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടോ, എന്തെങ്കിലും ഹാബിറ്റിൽ മാറ്റം വരുത്തേണ്ടതുണ്ടോ എന്നതിനെക്കുറിച്ചൊരു കൃത്യമായ ചോദ്യം നമ്മൾ നമ്മോട് തന്നെ ചോദിക്കണം. അതുപോലെ തന്നെ ഇനി ഈ ഒരു പർപ്പസ് നേടിയെടുക്കാൻ വേണ്ടി ഞാൻ എന്തെങ്കിലും എൻ്റെ സ്വഭാവത്തിൽ, എൻ്റെ പ്രവർത്തനത്തിൽ ഇപ്പോഴുള്ളതിൽ നിന്നും എന്തെങ്കിലും സ്റ്റോപ്പ് ചെയ്യേണ്ടതുണ്ടോ, അത് നാം നമ്മോട് തന്നെ ചോദിക്കണം. എന്തെങ്കിലും സ്റ്റോപ്പ് ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളത്. പിന്നീട് നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഈ ഒരു പർപ്പസ് നേടിയെടുക്കാൻ വേണ്ടി ഏതൊക്കെ ആക്ഷനാണ്, എന്തൊക്കെ പ്രവൃത്തികളാണ് ഞാൻ ചെയ്യേണ്ടത്, ഇൻ ഫ്യൂച്ചറിലും ഇപ്പോഴൊക്കെ ഞാൻ എന്ത് പ്രവൃത്തികളാണ് ഈ ഗോൾ നേടിയെടുക്കാൻ വേണ്ടി ചെയ്യേണ്ടതെന്ന് കൃത്യമായി നാം നമ്മോട് ചോദിച്ചിരിക്കും. അതുപോലെ തന്നെ ഫൈനലി നമുക്ക് ചോദിക്കേണ്ട ഒരു കാര്യം, ഹൂ ക്യാൻ ഹെൽപ്പ് മീ, ആർക്കാണ് എന്നെ ഈ ഒരു കാര്യത്തിൽ സഹായിക്കാൻ കഴിയുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഒരു എക്സ്പെർട്ടിനെ കണ്ടിട്ട്, ഒരു കോച്ചിനെ കണ്ട് നമുക്ക് അവരോട് അഡ്വൈസും സജഷനൊക്കെ ചോദിക്കാൻ പറ്റും. അങ്ങനെ ഈ ഒരു പ്രിപ്പറേഷൻ സ്റ്റേജിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നാം ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ ലേൺ ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ മാറ്റങ്ങൾ വരുത്തേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ സ്റ്റോപ്പ് ചെയ്യേണ്ടത്, എന്തൊക്കെ ആക്ഷനാണ് ഞാൻ എടുക്കേണ്ടത്, അതുപോലെ തന്നെ ഹൂ ക്യാൻ ഹെൽപ്പ് മീ, ആർക്കാണ് എന്നെ സഹായിക്കാൻ കഴിയുക, ഈ ഒരു ചോദ്യങ്ങൾ നമ്മൾ നമ്മോട് തന്നെ ചോദിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ കൃത്യമായി അതിൻ്റെ ഒരു ക്ലിയർ പിക്ചർ നമുക്ക് കിട്ടും. അതുമായി നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് ഈ പ്രിപ്പറേഷൻ സ്റ്റേജ് എന്നത് വളരെ സക്സസ് ആയി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ പേർപ്പസ് നമുക്ക് മനസ്സിലാക്കി, അതുപോലെ തന്നെ പ്രിപ്പറേഷൻ നമുക്കറിയാം, പ്രിപ്പയർ ചെയ്യുന്ന രീതി എങ്ങനെ നമുക്കറിയാം, നമ്മൾ നമ്മോട് തന്നെ കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. ഇനിയാണ് നമ്മൾ മൂന്നാമത്തെ പി ആയ പ്രാക്ടീസ് എന്ന പിയിലേക്ക് കിടക്കുന്നത്. എന്താണ് പ്രാക്ടീസ്? നമുക്കറിയാം, ഒരു കാര്യവും ഒരു ദിവസം കൊണ്ട് നേടിയെടുക്കാൻ നമുക്ക് കഴിയില്ല എന്ന് നമുക്കൊക്കെ അറിയാം. നമ്മൾ ഏതൊരു വലിയ ടാസ്ക് ആണെങ്കിലും അത് കൺസിസ്റ്റൻ്റായി ചെറിയ സ്റ്റെപ്പിലൂടെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. നമുക്കൊരു വലിയ ഗോളാണെങ്കിൽ അതിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഒരു മാസത്തെ ഗോളാക്കി, 3 മാസത്തെ ഗോളാക്കി, ഒരു വർഷത്തെ ഗോളാക്കി, ഒരു 5 വർഷത്തെ ഗോളാക്കി, ഒരു 10 വർഷത്തെ ഗോളാക്കി, അങ്ങനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. കൺസിസ്റ്റൻ്റ് ആയിട്ട് ബേബി സ്റ്റെപ്പുകൾ എടുത്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. നമുക്കറിയാം, പവർ ഓഫ് കൺസിസ്റ്റൻസി നമുക്ക് മനസ്സിലാക്കിയിരിക്കണം, പവർ ഓഫ് ബേബി സ്റ്റെപ്സ് നമുക്ക് മനസ്സിലാക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ ചെറിയ ചെറിയ കാര്യങ്ങൾ തുടങ്ങി നമ്മൾ സ്റ്റാർട്ട് വിത്ത് എൻഡ് ഇൻ മൈൻഡ്, അവസാനത്തെ ആ റിസൾട്ട് മനസ്സിൽ കണ്ടുകൊണ്ട് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒരു 3 രീതിയിൽ നമുക്ക് മുന്നോട്ട് പോവുകയാണെങ്കിൽ, ഒന്ന് പർപ്പസ് മനസ്സിലാക്കി പ്രിപ്പയർ ചെയ്തുകൊണ്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് നീങ്ങുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് പെർഫോം ചെയ്യാം. 4ാമത്തെ പി ആയ പെർഫോം ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ പെർഫോം ചെയ്യുമ്പോൾ എന്താണ് നമ്മൾ ഗോള് നമ്മൾ ആഗ്രഹിച്ചിട്ടുള്ളത്, സെറ്റ് ചെയ്തിട്ടുള്ളത്, അത് നമ്മൾ പെർഫോം ചെയ്യുക, ഡെഫിനറ്റ്ലി നമുക്ക് വിജയിക്കാൻ കഴിയും. അതായത് നമുക്കറിയാം, ഈ ഒരു സമയത്ത് ഞാൻ ഓർത്തു പോകുന്നത് പൗലോ കോയ്ലോയുടെ ആൽക്കമിസ്റ്റ് എന്ന പുസ്തകത്തിലെ വരികളാണ്. അദ്ദേഹം ആ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു വ്യക്തി എന്തെങ്കിലും സാക്ഷാത്കരിക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ വ്യക്തിയുടെ വിജയത്തിനു വേണ്ടി ഈ ലോകം മുഴുവൻ ഗൂഢാലോചന നടത്തുമെന്നുള്ളത് അത് ഒരു സത്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കണം. നമ്മൾ ഓപ്റ്റിമിസ്റ്റ് ആവുക എന്നുള്ളതാണ്, ശുഭാപ്തി വിശ്വാസക്കാരനാവുക. കാരണം ഓപ്റ്റിമിസ്റ്റ് സീസ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ എവറി കലാമിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരു ഒപ്റ്റിമിസ്റ്റ് എന്ന് പറയുമ്പോൾ, ശുഭാപ്തി വിശ്വാസക്കാരൻ എന്ന് പറയുമ്പോൾ, എന്ത് ദുരന്തങ്ങളുണ്ടായാലും അദ്ദേഹം അതിലൊരു ഓപ്പർച്യൂണിറ്റി കണ്ടെത്തും. അങ്ങനെയുള്ളവരാകുമ്പോഴാണ് വിജയിച്ചു പോകുന്നത്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ബി ആൻ ഓപ്റ്റിമിസ്റ്റ് ആൻഡ് go ahead with the confidence. If so, success will be yours only. Thank you very much.